മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദില്ലിയിലെ സർ ഗംഗാറാം ആശുപത്രിയിലാണ് സോണിയാഗാന്ധിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്നും അധികൃതർ അറിയിച്ചു. മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിലുണ്ട്. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടായ മാറ്റമാണ് ശാരീരിക ബുദ്ധിമുട്ട് നേരിടാൻ കാരണമായതെന്നാണ് റിപ്പോർട്ട്. കൽപ്പറ്റ കോട്ടാത്തറയിൽ UDF കൺവെൻഷനിടെ കയ്യാങ്കളി. പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. പ്രാദേശിക ലീഗ് നേതാക്കളിൽ ചിലരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. പിന്നാലെ ഒഴിവാക്കിയവരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തിയതിൽ പരാതി നൽകി KPA മജീദ് MLA. സമൂഹത്തിൽ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്ന രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. തന്റെ ഫോട്ടോ വെച്ച് AI ടൂളുകൾ ഉപയോഗിച്ച് പോസ്റ്റുകൾ നിർമ്മിക്കുന്നവർക്കെതിരെ നടപടി വേണം. വ്യാജ പ്രചരണം നടത്തുന്ന ഐഡികൾ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണം. വ്യാജ പ്രചരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസർ, മലപ്പുറം ജില്ലാ ഓഫീസ് മേധാവി എന്നിവർക്കാണ് പരാതി നൽകിയത്. അസംബന്ധമായ ആചാരങ്ങളിൽ നിലപാടറിയിച്ച ദേവസ്വം ബോർഡ്. മനുഷ്യന്റെയോ ആനയുടെയോ മാംസം മാത്രമേ കഴിക്കാവൂ എന്ന് ഒരു മതാചാരമുണ്ടെങ്കിൽ കോടതിക്ക് അത് എത്രത്തോളം പരിശോധിക്കാനാകുമെന്ന സാങ്കല്പിക ചോദ്യത്തിന് ഉത്തരം നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ 9 അംഗ ബെഞ്ചിനു മുമ്പാകെ എഴുതി നൽകിയ വാദങ്ങളിലാണ് തീർത്തും അസംബന്ധമായ ആചാരങ്ങളെ കോടതി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബോർഡ് വ്യക്തമാക്കിയത്. വലിയകുളങ്ങര ക്ഷേത്രത്തിലെ ദേവസ്വം അടിച്ചു തകർത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാർത്തികപ്പള്ളി മഹാദേവിക്കാട് മേജർ വലിയകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിന് നേരെ ആക്രമണം. മീനമാസത്തിലെ അശ്വതി ഉത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ക്ഷേത്രത്തിൽ കുട്ടികളുടെ കെട്ടുകാഴ്ചകൾ സമർപ്പിച്ചിരുന്നു. ഇതിൽ വടക്കൻ, കലുങ്ക് ബ്രദേഴ്സ് എന്നീ കെട്ടുകാഴ്ചകൾക്കൊപ്പം എത്തിയവർ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തർക്കം കാരണം മറ്റു കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വൈകിയെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് പറഞ്ഞെന്നാരോപിച്ചായിരുന്നു രാത്രി 11 മണിയോടെ ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്.